നമ്മളിന്ന് യൂണിയൻ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും സ്ട്രക്ചറിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകളിൽ കാര്യമായിട്ട് തന്നെ ആ വക ഏരിയകളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ 7 lakhs നിന്ന് 12 lakhsലേക്കൊക്കെ എക്സംഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അങ്ങനെ ടാക്സ് റേറ്റുകളിലൊന്നും അങ്ങനെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. പ്രത്യേകിച്ച് ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ഇടയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ആക്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഇൻകം ടാക്സ് ആക്ട് നമ്മളെടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഫിനാൻസ് ആക്ട് 2026 എടുത്ത് അമെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഇൻകം ടാക്സ് ആക്ട് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് വലിയ കാര്യമായിട്ട് തന്നെയായിട്ടാണ് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇൻക്ലൂഡിങ് 1961 ആക്ടും 2025 ആക്ടും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ആംഗിളിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ CS ശ്രീലക്ഷ്മി ജി ആണുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. ബഡ്ജറ്റിൽ ഇത്തവണ വലിയ വാഗ്ദാനങ്ങളൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ കാര്യമായ ടാക്സ് റേറ്റിലൊന്നും ചേഞ്ച് ഇല്ലെങ്കിലും ആശ്വാസകരമായ പല ചെറുകിട മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു നല്ല അനുതാപപൂർണമായ ഒരു മാറ്റം എന്ന് പറയുന്നത് MACT ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്കറിയാം, ഓഫീസിൽ അമ്മമാരും ഭാര്യമാരോ അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ട് പറയണ ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ ക്ലെയിം കിട്ടി, അതിൽ ഇൻട്രസ്റ്റ് വന്നു മോളെ, അതിൽ TDS പിടിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട്. അപ്പം അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കോമ്പൻസേഷൻ തന്നെ കിട്ടുക. ആ കോമ്പൻസേഷൻ കിട്ടി വരുമ്പോൾ അതിന്മേ TDS പിടിച്ചിട്ട് പിന്നെ ഒരു വർഷം എടുത്തിട്ടാണ് അത് റീഫണ്ടിന് അപ്ലൈ ചെയ്ത് കിട്ടുക. എന്തായാലും ഇത്തവണത്തെ ബഡ്ജറ്റിൽ MACT ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോമ്പൻസേഷൻ്റെ ഇൻട്രസ്റ്റിനെ പൂർണ്ണമായിട്ടും അത് ഇൻകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് വലിയൊരു റിലാക്സേഷനാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. മാത്രമല്ല, മുമ്പ് ഈ TDS പിടിക്കും, പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ TDS ഒക്കെ പിടിച്ചിട്ടുണ്ടാവുന്നത് ചിലപ്പോൾ ഒരു കൊല്ലം മുമ്പത്തെ ഇതിലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇവർ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഇവർ ചിലപ്പോൾ ഇത് അറിയണത് ലേറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇവർ നമ്മുടെ അടുത്തേക്കൊക്കെ ഇപ്പോൾ ടാക്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സത്യം പറഞ്ഞ ഒരു ക്രൂരതയായിരുന്നു. അതായത് മുൻപ് ഈ TDS അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ക്ലെയിമുകളിൽ MACT ക്ലെയിമുകളിലൊക്കെ അതിൻ്റെ ഇൻട്രസ്റ്റുമ്മലൊക്കെ TDS പിടിക്കുക, അതൊരു വരുമാനമായിട്ട് മാറ്റുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് വലിയൊരു റിലാക്സേഷനാണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. MACT ക്ലെയിംസുകളുടെ ഇൻട്രസ്റ്റ് ഇനി മുതൽ ടാക്സ് ഫ്രീ ആണെന്നർത്ഥം. ടാക്സ് ഫ്രീ ആണ്, അതിൽ TDS ആപ്ലിക്കബിൾ അല്ല. അപ്പം ഇനി അത് മാത്രമായിട്ട് ഇൻകം വന്നവർക്ക് ലീഗൽ ഹയസിൻ്റെ പേരിലോ ഒക്കെ TDS പിടിച്ചിട്ട് അത് മാത്രമായിട്ട് ഇൻകം വന്നവർ ഇനി അത് ഫയൽ ചെയ്ത് റീഫണ്ട് വാങ്ങേണ്ട ഒരു അവസ്ഥയില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മളുടെ പല ആളുകളും, എനിക്ക് തോന്നുന്നത് ഈവൻ ടാക്സ് പ്രാക്ടീഷണേഴ്സ് അടക്കം പലരും ഇൻകം ടാക്സ് ആക്ട് 2025 ഈ April 1, 2026 മുതൽ വരികയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിൽ തന്നെ ഇങ്ങനെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ മനോരമയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു April 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട്. ആക്ച്വലി ഇത് വന്ന് പാസ്സായിട്ടൊക്കെ മാസങ്ങളായി, പക്ഷേ പലരും അത് അപ്ഡേറ്റഡ് ഒന്നുമല്ല. ഇങ്ങനൊരു കാര്യം ഈവൻ പ്രാക്ടീഷണേഴ്സ് പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. April തൊട്ട് പുതിയ ഇൻകം ടാക്സ് ആക്ട് വരാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഇത് കാണുന്ന ആളുകളുടെ അടുത്ത്, ഇവൻ പ്രാക്ടീസിങ് ഫീൽഡിലുള്ള ആളുകളുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. ഇൻകം ടാക്സ് ആക്ട് അടിമുടി മാറാനായിട്ട് പോവുകയാണ്. 1961 ആക്ട് ഒന്നുമല്ല, 2026 അമെൻമെൻ്റ് ഒന്നുമല്ല. പല ആളുകളും ഇത് അമെൻമെൻ്റ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അമെൻമെൻ്റ് ഒന്നുമല്ല, കംപ്ലീറ്റ് ടാക്സ് മാറുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ, അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ GST വരുമ്പോൾ, നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ്, ഒരു ലൈവ് കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയായാലും ജോയിൻ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഇൻകം ടാക്സ് ആക്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, ശരിക്കും ഒന്ന് മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇൻകം ടാക്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് 2025 ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ലൈവ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക്
അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കോഴ്സ് ബണ്ടിലുകൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എയുടെ ഒരു ബേസിക് കോഴ്സ് ഉണ്ടായിരുന്നു, എയുടെ ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ടൻസിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. AI ഫോർ അക്കൗണ്ടൻസ് പറഞ്ഞ് നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ AI ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആ വർക്ക്ഷോപ്പുകൾ, എല്ലാ കോഴ്സുകളും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അവർക്ക് ലഭിക്കും. മാത്രമല്ല നമ്മൾ ടാക്സ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ റിട്ടേൺ ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതിലൊരു ഫസ്റ്റ് 6,000 റുപ്പീസാണ് നമ്മളുടെ കോഴ്സിൻ്റെ നമ്മൾ മെമ്പർഷിപ്പ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രം, നമ്മളൊരു 100 ആളുകളാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. ഇപ്പോൾ ഓൾറെഡി 100 കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിമാൻഡ് വന്ന കാരണം ഞാനൊരു 500 ആളുകൾക്ക്, ഫസ്റ്റ് 500 ആളുകൾക്ക് നമ്മൾ 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ഇപ്പോഴും നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മലയാളത്തിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.